ഈ ലോകരാജാവായിട്ട് നിൽക്കുന്ന ട്രംപിന് ഇറാനെ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ വായിക്കുന്നത് കത്ത് മനോരമ മാതൃഭൂമിയാണല്ലേ? മനോരമയുടെ വിശേഷണമായിരിക്കും ഇതൊക്കെ അല്ലേ? അല്ല, ഇതില് മനോരമ മാതൃഭൂമിയൊക്കെ വായിച്ചാൽ നമുക്ക് വിചാരിക്കും അമേരിക്ക അങ്ങനെ പേടിച്ചിരിക്കുകയാണ്, ഇവരുടെ ഷഹീൻ മിസൈലൊക്കെ ഉണ്ട്. അമേരിക്ക ജസ്റ്റ് ഒരു സാധാരണ ഒരു മിസൈൽ അയച്ചു കൊടുത്താൽ ഈ ഷഹീൻ 2 കഷ്ണമായി പോകും. അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പം അമേരിക്കൻ്റെ മുട്ടാൻ പോയിട്ട് സ്പർശിക്കാനുള്ള ധൈര്യമില്ലാത്ത ശേഷിയില്ലാത്ത രാജ്യമാണ് ഇറാൻ. അപ്പം മാത്രം പാകിസ്ഥാനോട് ചിലപ്പം യുദ്ധം ചെയ്ത് അവർ തോറ്റു പോകും. കാരണം പാകിസ്ഥാൻ ന്യൂക്ലിയർ രാജ്യമാണ്, വലിയ ന്യൂക്ലിയർ അല്ല. അപ്പം അതുകൊണ്ടല്ല അത്. ഇതിപ്പം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹാക്കർമാരുണ്ടല്ലോ, എപ്സ്റ്റീൻ ഫയൽസ് പറയുന്നുണ്ട്. ഈ എപ്സ്റ്റീൻ ഫയലിൽ ഉറപ്പായിട്ടും ട്രംപ് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. ട്രംപിൻ്റെ വേണ്ടാത്ത ഫോട്ടോസൊക്കെ ഉണ്ടാവും, ഉറപ്പാണ് കാര്യം. അങ്ങനത്തെ ആളാണല്ലോ ട്രംപ്. നമുക്കറിയാലോ ട്രംപിനെ പറ്റി. ട്രംപിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചികഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അയാളെ അപ്പൂപ്പനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അറക്കുന്ന ചില ജോലി ചെയ്യുന്ന ആളായിരുന്നു. ആ ജോലിയുടെ പ്രശ്നം കൊണ്ടല്ല, അത്രയും ബുദ്ധിയുടെ ജോലിയായിരുന്നു. അങ്ങനെ ആളാണ് ട്രംപ്. മാത്രമല്ല ട്രംപ് പ്രസിഡന്റ് ആവുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപ് തന്നെ അർമാദിച്ച് നടന്ന മനുഷ്യനാണ്. ഇപ്പോൾ ഒബാമയൊക്കെ അറിയായിരുന്നു എവിടെയെങ്കിലൊക്കെ എത്തുന്നു. അത് അവരൊക്കെ സൂക്ഷിച്ചാണ്. ഇങ്ങനെ അർമാദിച്ച് നടന്നൊരു മനുഷ്യനാണ്. ഈ ഫയൽസ് ഇറാൻ്റെ ഏജൻസീസ് ചോർത്തിയിട്ടുണ്ട്. അത് വിടുമെന്ന് വന്ന് പുറത്തു വിടുമെന്ന് പേടിപ്പിക്കുന്നതാണ് ഒരു വേർഷൻ. എനിക്കറിയില്ല എത്രത്തോളം ശരിയുണ്ട്. ഈ വേർഷൻ മറ്റേ മൗദൂദിസ്റ്റുകളുടെ വേർഷനാണ്. അവർക്കത് കിട്ടുന്ന ഇൻ്റർനാഷണൽ മീഡിയ നേടുന്നതാണ് അവർ കോട്ട് ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയുടെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള അവസ്ഥയാണ്. അത് സെൻട്രൽ ഏഷ്യയിലേക്കുള്ളൊരു കോറിഡോറാണ് ഇറാൻ. പിന്നെ അതിൻ്റെ അടുത്തൊക്കെല്ലാം തന്നെ ഈ പറഞ്ഞ അമേരിക്കയ്ക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യങ്ങളുണ്ട്, മിലിറ്ററി ബേസസ് ഉണ്ട്. ആ മിലിറ്ററി ബേസസിലൊക്കെ അറ്റാക്ക് ചെയ്യും. മിലിറ്ററി ബേസസ് അറ്റാക്ക് ചെയ്താൽ അമേരിക്കയ്ക്ക് പരിധി കൂടുതലൊന്നും പ്രകടശക്തിയൊന്നും അവർക്കില്ല. പക്ഷേ ഇതിന് ശേഷം അമേരിക്ക അവിടെ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? കാരണം അവിടെയുള്ള മിലിറ്ററി, ഇപ്പോൾ ഇറാഖിലൊക്കെ തന്നെ മിലിറ്ററിനെ പെട്ടെന്ന് സദ്ദാമിന് എതിരാക്കി മാറ്റാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ മിലിറ്ററി ഈ ഖൊമേനിക്ക് വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ അവരുടെ കയ്യിലേക്ക് ഭരണം പോകാൻ അമേരിക്കയ്ക്ക് അവിടെ ഇരുന്ന് ഭരിക്കാനും പറ്റില്ലല്ലോ. കുറച്ച് സൈന്യത്തെ അവിടെ വിടാനേ പറ്റുള്ളൂ എന്നൊരു സംശയം ഇവർക്കുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ ആ രീതി സ്ട്രോങ് അല്ല എന്നുള്ള ഫീൽ അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അവിടെ അരാജകത്വത്തിലേക്ക് പോകും. അത് മറ്റു മേഖലകളെ കൂടി ബാധിക്കും. കാരണം ഹോർമുസ് കടലിടുക്ക് ലോകത്തുള്ള മൊത്തം ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ കടലിൻ്റെ ഒരു 40% അതുവഴിയാണ് കടന്നത്, 30 to 40%. അപ്പോൾ അതിനെ ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്താകമാനം മാത്രമല്ല അവിടെ മറ്റേ കടൽ കൊള്ളക്കാരുണ്ട്. അപ്പോൾ ഈ കടൽ കൊള്ളക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കടൽ കൊള്ളക്കാരുടെ സ്വാധീനം കൂടും. അപ്പോൾ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ അത് ബാധിക്കും. അത് ലോക വിപണിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് കൊണ്ടാണ് ആക്രമിക്കാത്തതെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് പരമാവധി അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പോളിസിയാണ്. പക്ഷെ അത് നടക്കുകയില്ല. കാരണം അതൊരു മതാധിഷ്ഠിത രാജ്യമാണ്. ആ മതാധിഷ്ഠിത രാജ്യത്തിൽ അവർ ഒരു പരിധി കൂടുതലൊന്നും കോംപ്രമൈസ് ചെയ്യുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച ട്രംപിൻ്റെ സ്വഭാവത്തിൽ ട്രംപ് അറ്റാക്ക് ചെയ്യുന്നതാണ്. ട്രംപ് അറ്റാക്ക് ചെയ്ത അവിടെ കൂടി പോകുന്ന രാജ്യമാണത്. അല്ല, അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ട്രംപ് ഇറാനെയൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നില്ല. അല്ല, അയാൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾ ആക്ഷനുകൾ എടുക്കാൻ മുട്ട് പറിക്കുന്നതായിട്ട് തോന്നുന്നു. കാരണം ഇത് കണ്ടിട്ട് അവിടെയുള്ള പാവങ്ങൾ സമരം ചെയ്തു. ഈ സമയത്ത് വേണം അടിക്കുകയാണെങ്കിൽ അടിക്കാൻ. അന്നപ്പോൾ ആ പാവങ്ങളുടെ ഇടയിൽ നിന്ന് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അത് അമേരിക്കനെ സപ്പോർട്ട് ചെയ്താൽ മതി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ എങ്ങനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്തത്, അതേപോലെ പുതിയ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല ഈ മുസ്ലിങ്ങൾ സ്വയം നശിക്കണം എന്ന് അതായിരിക്കില്ല അമേരിക്കയുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇറാനിലെ ഗവൺമെൻറ് അവിടെ നിലനിർത്തിയാൽ മതി. കാരണം IS കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്ന ഇറാനിയൻ ഗവൺമെൻറ്റാണ്. ആധുനികതയോട് മുഖം തിരിച്ച് നിൽക്കുന്ന, സ്ത്രീകളെയൊക്കെ അതിക്രൂരമായിട്ട് പോലീസൊക്കെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുന്ന ഒരു വൃത്തികെട്ട ഭരണ സംവിധാനമാണ്. മാത്രമല്ല ഇറാൻ ഇന്ത്യയിലെ പോയ വളരെ കൾച്ചറലി വളരെ ബാക്ക്ഗ്രൗണ്ടുള്ള രാജ്യം. ലോകത്തെ ആദ്യത്തെ ലോക സാമ്രാജ്യമാണ് ഇറാൻ. അതൊന്നും മുസ്ലിം സാമ്രാജ്യമല്ല. അന്ന് ഈ സ്വരാഷ്ട്രീയൻ മതക്കാരായിരുന്നു. നമ്മൾ ടാറ്റയുടെ അപ്പൂപ്പന്മാരൊക്കെ ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളാണ് ഇസ്ലാമിനെ കൊണ്ടുവച്ച് അവിടെ ഇരുത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി അവിടെ ഉണ്ട്. കൾച്ചറലി അവർ എത്രത്തോളം ഇസ്ലാമൈസ് ചെയ്താലും സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള രാജ്യമാണ് ഇറാൻ. അതിനകത്ത് എളുപ്പത്തിലൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പം ഇതിപ്പോൾ ഒരു വളരെ നല്ല ചാൻസാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഇറാനെ വേണേൽ രക്ഷപ്പെടുത്താം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇറാൻ അവിടെ കിടന്നിട്ട് വേറൊരു താലിബാനായി പതുക്കമാവും.
ഓൾറെഡി താലിബാനാണ്, കൂടിയ താലിബാനായി മാറും. അപ്പോൾ അങ്ങനെ മാറിക്കഴിയുമ്പോൾ അത് ഇസ്ലാമിന് വലിയ ചീത്തപ്പേരുണ്ടാക്കും. പിന്നെ അത് ഈ സൗദി അറേബ്യയായിട്ട് യുദ്ധത്തിന് പോകും. അപ്പോൾ അത് കാക്കായിമാരിങ്ങനെ തമ്മിൽ തല്ലി ചത്തോട്ടെ എന്ന് അമേരിക്ക വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പാകിസ്ഥാനായിട്ട് പ്രശ്നമാണ്, അവർ പിന്നെ ഈ സൗദി അറേബ്യയായിട്ട് പ്രശ്നമാണ്, ഇവരൊക്കെ ആയിട്ട് അവർക്ക് പ്രശ്നമാണ്. പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു പക്ഷേ ഏറ്റവും വലിയ മിലിറ്ററി പവറും കൂടിയാണ് അത് ഈ മുസ്ലിം രാജ്യത്ത്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും കാക്കായിമാർ അങ്ങനെ നന്നാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ല, അങ്ങനെയുള്ളത് കൊണ്ടാണോ ട്രംപ് ഭയക്കുന്നത്? ഏത് കാക്കായിമാർ രക്ഷപ്പെട്ടു പോകുന്നു? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. കാരണം ഇവൻ അവിടെ നിന്ന് മാറ്റി അവിടെ ഒരു സെക്യുലർ ഭരണകൂടം കൊണ്ടുവന്നാൽ സെക്യുലർ അല്ല, ഒരു ജനാധിപത്യ സംവിധാനം കൊണ്ട് വളരെ പെട്ടെന്ന് മാറ്റണം. അവിടെ അടിച്ചമർത്തിപ്പെട്ട ഐഡന്റിറ്റീസ് ഉണ്ട്. സിറിയൻ ക്രിസ്ത്യൻസ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇവരുണ്ട്. ഈ അവരുടെ സ്വരാഷ്ട്രീയൻ പിന്നെ ആ ഒരു വിശ്വാസം ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്. അത് പുറത്തില്ലെങ്കിൽ പോലും ഒരു കൾച്ചർ സ്വരാഷ്ട്രീയനാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ജനാധിപത്യ സംവിധാനം വരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ സ്പൗട്ട് ചെയ്യും. അപ്പോൾ നിലവിലുള്ള ഇസ്ലാമിസ്റ്റ് സംവിധാനത്തിൽ വലിയ ഭീഷണിയാവും. അങ്ങനെ ആ രാജ്യം നന്നായി പോകും. അപ്പോൾ ആ രാജ്യം നന്നായി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മുസ്ലിം ലോകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. അങ്ങനെ കാക്കായിമാർ രക്ഷപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ട്രംപിന് എന്താ ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? 2 മിസൈൽ അയച്ചാൽ തീരാവുന്ന രാജ്യമുള്ളത്. അവരുടെ ആ ഒരു പിന്നെ മിലിറ്ററി സെറ്റപ്പ് ഇസ്ലാമിക് ഗാർഡ്സിൻ്റെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് 4 മിസൈൽ അയച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതോടുകൂടി കീഴടങ്ങിയുള്ളൂ. പിന്നെ താരതമ്യേന കരസൈന്യത്തെ ഈ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ എളുപ്പമാണ്. അഫ്ഗാനിസ്ഥാനിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു പ്രോബ്ലം ഒന്നുമല്ല. അത് പാകിസ്ഥാനും ആ രാജ്യത്തിനെതിരാണ്, സപ്പോർട്ടറാണല്ലോ. പാകിസ്ഥാൻ ഇറാനെതിരാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഷിയ കൺട്രി ആൻഡ് പാകിസ്ഥാൻ ഇസ് എ സുന്നി കൺട്രി. അപ്പോൾ ട്രംപ് ആദ്യം ഇതൊക്കെ പറഞ്ഞപ്പോൾ ട്രംപിനോട് ആരാൻ പറഞ്ഞിട്ടുണ്ടായി, വേണ്ട കാക്കായിമാർ നന്നായി പോയി, ഇറാനെ പോകുമ്പോട്ടല്ലോ, അതുകൊണ്ട് അമ്മരവിടെ കിടന്ന് അടിച്ച് നശിക്കണം എന്നുണ്ട്. അല്ലാതെ അമേരിക്ക ഈ ഓയിൽ ക്രൈസിസോ ലോകത്ത് വില വരുന്നൊന്നും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയെ ബാധിക്കാറില്ല. അവരെ കാര്യം നോക്കിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ യുദ്ധം ചെയ്യാൻ അവിടം വരെ എത്തി 2 പ്രധാനപ്പെട്ട ഈ എയർക്രാഫ്റ്റ് കാരിയറൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇയാൾ ആരെ നോക്കിക്കുക? ലോകത്ത് ആദ്യം തകരേണ്ട ഒരു ഇസ്ലാമിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ്റെതാണ്. ഗദ്ദാഫി ഒന്നും ഇത്ര പ്രശ്നക്കാരനായിരുന്നില്ല. ഇവരെന്തിനാണ് അവരിങ്ങനെ സംരക്ഷിക്കുന്നത്? അത് ഇസ്രായേലിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി അവിടെ ഏതെങ്കിലും രാജ്യം ഉയർത്തുന്നുണ്ടായി ഇവരാണ്. ഇവർ കുറച്ചുകൂടിയൊക്കെ അത് പുരോഗമനം കഴിഞ്ഞാൽ ഒരു കാറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ റഷ്യനെ പേടിച്ചില്ല. റഷ്യക്ക് ഇപ്പോൾ സ്വന്തം കാലം നിൽക്കാൻ ശേഷിയില്ലാതിരിക്കുക. റഷ്യ അങ്ങനെ വല്ല സാഹസത്തിനും പോയെന്നാൽ പിന്നെ റഷ്യ ഉണ്ടാവില്ല, ലോകം ഉണ്ടാവില്ല. റഷ്യക്കാർക്ക് അറിയാം. അതൊക്കെ വെറുതെ. റഷ്യയല്ലേ അസദിനെ സപ്പോർട്ട് ചെയ്തത്? അപ്പോൾ അസദ് ഇപ്പോൾ എവിടെ ഉള്ളത്? റഷ്യയിൽ ഒളിവ് താമസിക്കുകയാണ്. അപ്പോൾ ഇത് അമേരിക്കയുടെ ഒരു അജണ്ട എന്ന് തോന്നുന്നു. അല്ല, അമേരിക്ക അപ്പം ഇറാനെ യാതൊരു കാരണവശാലും അറ്റാക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. പറ്റേ ഇപ്പം അത് ഡിലേഡ് ആണോ? ഒരു 3 ആഴ്ച മുമ്പെങ്കിലും അറ്റാക്ക് ചെയ്യേണ്ടതായിരുന്നു. തിരിച്ചുണ്ടാകത്തില്ലേ? ആര്? ഇറാൻ അവരൊക്കെ അത് ചോദില്ല. ഇല്ല, അതവർക്ക് അറിയാം. ആരെങ്കിലും ഈ പറയുന്ന ഭ്രാന്തം പട്ടീനെ കയറിയിട്ട് ചോദിക്കാൻ നിൽക്കും. അവർക്ക് അത് ചോദിയില്ല. പക്ഷെ അമേരിക്കക്ക് ഈ ജനാധിപത്യത്തോടൊക്കെ എന്തെങ്കിലും മതനിരപേക്ഷതയോടും മൗലിക അവകാശങ്ങളോടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്, അമേരിക്ക ഷുഡ് അറ്റാക്ക് them. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബ് ചെയ്താൽ മതി. ഇസ്രായേലിൻ്റെ പക്കൽ ചിലപ്പോൾ ഈ ഗമേനി എവിടെ ഉണ്ട് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് മേടിച്ചുകൊണ്ട് ഒരു ബങ്കർ ബസ്റ്റർ അങ്ങോട്ട് വിട്ടാൽ മതി, അതോടുകൂടി തോന്നുന്നത്. പക്ഷെ അമേരിക്ക അത് ചെയ്യുന്നില്ല. അവിടെയാണ് നമുക്ക് സംശയം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ചിലതൊക്കെ തുറന്ന് പറയേണ്ടി വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതല്ല അമേരിക്ക. അവർക്ക് പല അജണ്ടകളുണ്ട്. ബ്രിട്ടീഷുകാരെ പോലെ ഏതെങ്കിലും രാജ്യത്ത് പോയി അവിടെ കട്ടുമുടിക്കുന്നതോടൊപ്പം അവർക്ക് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളും കൂടി ചെയ്യാമെന്ന് അമേരിക്ക വിചാരിക്കില്ല. അങ്ങനെയാണല്ലോ ഇവിടെ റെയിൽവേ ഒക്കെ വന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ആർട്ടിക്ക് നോക്കി മറ്റുള്ളവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല, എന്നാൽ എല്ലാവർക്കും കിട്ടണം. അതിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതാണ്. പക്ഷെ അവിടെ സതിക്കപ്പെടുന്ന അവിടെയുള്ള ജനാധിപത്യവാദികളായ ജനങ്ങളാണ്. അമേരിക്ക അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരവിടെ തെരുവിൽ വന്നു. അമേരിക്ക ഒന്നും ഉണ്ടാകും. അവസാനം ഈ വന്നല്ല അതിരി എന്താണ് മറ്റേ കിലുക്കത്തിൽ രേവതി വന്നില്ലേ, ജ്യോതിയും വന്നില്ല, ആരും വന്നില്ല. അതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.